അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻകറിയോ? എന്ത് മീൻകറിയാ? മീൻകറി നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻകറി. ഈ മീൻകറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ മീൻകറിക്കകത്ത് മീൻ കാണത്തില്ല. മീനില്ലാതെ എങ്ങനെ മീൻകറി വെക്കുന്നത്? പറ്റുമല്ലോ. അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് വെക്കണേന്ന്. വെൽക്കം ടു ദ ഇന്നെവിറ്റബിൾ വേൾഡ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. അതിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 4 ചെറിയ ഉള്ളിയും 5 വലിയ പച്ചമുളകുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു മുരിങ്ങയ്ക്ക ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുന്നത്. അതുപോലെ 2 തക്കാളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ 5 പീസ് വെളുത്തുള്ളിയും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് അരിഞ്ഞിടുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ചതച്ചിട്ടാൽ കുറച്ചും കൂടി ഈ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. വാളൻ പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് നമ്മളത് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങയും അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് മീൻകറിക്ക് അരയ്ക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മുരിങ്ങക്കായും പച്ചമുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് കീറിയിട്ടിട്ടേ ഉള്ളൂ, ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. അതുപോലെ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ഉലുവാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ്. അപ്പോൾ ഈ ഉലുവാപ്പൊടി നമുക്ക് മീനുള്ള മീൻകറി ആണെങ്കിൽ കുറച്ച് കൂടുതലിടാം. ഇതിപ്പോൾ നമ്മൾ മീനൊന്നും ഇല്ലാത്ത കാരണം ഒരു നുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ ഉലുവ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പുളിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്ക്, ഇത് നമുക്ക് പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് പുളി എടുത്തത്. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റും ഏറ്റവും ബെസ്റ്റും പച്ചമാങ്ങ ഇട്ട് പുളിക്ക് പകരം പച്ചമാങ്ങ ഇടുന്നതാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് പച്ചമാങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് പകരം പുളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് സിമ്മിലിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ഈ മുരിങ്ങക്കയുടെയും പച്ചമുളകിൻ്റെയും തക്കാളിയുടെയൊക്കെ ടേസ്റ്റൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ചെറിയ ഉള്ളി, ഇവിടെ 2 കഷ്ണം ചെറിയ ഉള്ളിയും 2 കഷ്ണം ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കറിവേപ്പില ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കറിവേപ്പില കൂടെ ഇടാത്തത്. കറിവേപ്പില കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുകും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മീനൊന്നും ഒട്ടും അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ പോലും നമുക്കതൊന്നും എത്ര സേഫ് ആണെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മാറി ട്രൈ ചെയ്യാൻ പറ്റുന്ന മീൻ കൂട്ടാണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലൊരു കറിയാണ്. ഇതിൽ മീനിൻ്റെ പീസ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. കറിയൊക്കെ സെയിം തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ താളിച്ച് വെച്ചേക്കുന്ന അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അങ്ങനെ ദോശ, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.